ഹലോ ഗൈസ്, ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. കക്കിരി ജ്യൂസ് ഉണ്ടാക്കണതാണ്. വെറൈറ്റി ആയിട്ട് ഉള്ള ഒരു കക്കിരി ജ്യൂസ്. കുത്തരിയാണ് ഇത്. ഏതരി ആയാലും കുഴപ്പമില്ല. കഴുകി വാരി ഉണക്കി വെച്ചേക്കണതാണ്. ഇത് വറുത്ത് പൊടിച്ചെടുക്കണം. ശർക്കര, ഏലക്ക, ജീരകം, തേങ്ങയും കൂടി വേണം കേട്ടോ. തേങ്ങ ചെരുകി എടുത്തിട്ട് വേണേ. കക്കിരി ഇത് തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം ഇതിന്ന് കഴുമ്പ് മാത്രം എടുക്കണം. അരി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. പൊട്ടുവെള്ളരി, കക്കിരി എന്നൊക്കെ പറയും അതിനെ ഞാൻ തൊണ്ടൊക്കെ കളഞ്ഞ് കുരുവൊക്കെ മാറ്റി ഇതേ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ഇടിച്ചുടയ്ക്കാം. ഞാൻ ആദ്യം ഇത് ഇങ്ങനെ ഇടിച്ച് നന്നായിട്ട് ഉടച്ചിട്ട് വേണം ശർക്കര ചേർക്കാൻ. അല്ലെങ്കിൽ ശർക്കര ആദ്യം ഇതിൽ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം കിനിയുമ്പോൾ ഇത് ഉടയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുക്കുക ആദ്യം. ഇത് പഞ്ചസാരയും തേങ്ങയും മാത്രം ഇട്ട് ജ്യൂസ് അടിക്കും എല്ലാവരും. ഇതൊരു പുതിയ രീതി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇത് പണ്ട് കാലത്ത് മിക്ക വീട്ടിലും ഇങ്ങനെ ചെയ്യുമായിരുന്നു. വീട്ടിൽ അമ്മയ്ക്ക് ഇതേപോലെയാണ് എനിക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. ഞങ്ങൾ കുടിച്ചിട്ടുണ്ട് ഇങ്ങനെ. ഇപ്പം ഇങ്ങനെ കാണിക്കണില്ല ആരും. വേഗം എളുപ്പപ്പണിയാണ്. ഒന്നില്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ച് കുടിക്കുക, അല്ലെങ്കിൽ വെറുതെ തേങ്ങയും മസാലയും മാത്രം ഇട്ട് അടിച്ച് കുടിക്കുക. അതൊക്കെയാണ്. ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഉണ്ടാ ശർക്കര ഇട്ടപ്പോൾ വെള്ളമായതുണ്ട. അപ്പോൾ ഉടയാത്ത കഷ്ണമാക്കണമെങ്കിൽ ഭയങ്കര പാടായിരിക്കും. ഉടഞ്ഞ് കിട്ടാൻ തെറ്റി പോവും. ഇതിപ്പോൾ ശർക്കര ഇട്ടപ്പോൾ ഇതേപോലെ ആയിട്ടാ കണ്ട ജ്യൂസായി. ഇനി ഇതാ അരി പൊടിച്ച് വെച്ചിട്ടുണ്ട്, വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. ഇതിലേക്ക് ഇടണം. ഏലക്കയും ജീരകവും പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണ്. ഇതേ തേങ്ങ ഇടാം കേട്ടോ. നല്ലോണം ഇളക്കി അത് യോജിപ്പിക്കണം. എല്ലാം കൂടി നല്ല വൃത്തിയായിട്ട് യോജിക്കുന്ന രീതിയിൽ ഇങ്ങനെ നന്നായിട്ട് ഇളക്കണം. ശരിയായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ശർക്കര നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിലിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഇതേപോലെ കിട്ടുള്ളൂ. കണ്ടോ, ശർക്കരയൊക്കെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. കപ്പിലേക്ക് ഒഴിക്കുക കേട്ടോ. ഒരു കപ്പ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വളരെ നന്നായിട്ടുണ്ട്. അതേപോലെ എല്ലാവരും ചെയ്ത് നോക്കാം. നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഈ സമയത്തൊക്കെ നല്ല ചൂടല്ലേ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചു. അടുത്ത പരിപാടി കാണാം.